സഹചാരി പദ്ധതി കൊണ്ട് എന്താണ് SKSF നമുക്ക് മുമ്പിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്? അതിൻ്റെ ഒത്ത ഉദാഹരണമാണ് കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഈ സഹചാരി മെഡിക്കൽ സെൻ്ററും അതോടനുബന്ധിച്ചുള്ള SKSFൻ്റെ സംഘടന സംവിധാനവുമെല്ലാം. SKSF ഓമശ്ശേരി മേഖലാ കമ്മിറ്റി സമ്പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ പദ്ധതി പിന്നീട് SKSF സംസ്ഥാന കമ്മിറ്റിക്കും അതുവഴി സമസ്തയ്ക്കും സമർപ്പിച്ചിരിക്കുകയാണ്. ആ സഹചാരി സെൻ്ററാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇവിടെ എന്തെല്ലാം പദ്ധതികളുണ്ട്, എത്ര പേർക്ക് ഇതുകൊണ്ടുള്ള ഉപകാരം ലഭിക്കുന്നു എന്നതാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത്. നമ്മളിതിൻ്റെ ഭാരവാഹികളെ ഒന്ന് കാണുകയാണ്. അസ്സലാമു അലൈക്കും. ഓമശ്ശേരിയിലെ SKSF സഹചാരി സെൻ്ററിൻ്റെ ജനറൽ കൺവീനറായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി ഫൈസിയാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത്. നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയേണ്ടതുണ്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, പദ്ധതികൾ എന്നതൊക്കെ. ആക്ച്വലി ഈ ഒരു പക്ഷേ സമസ്തയുടെ അല്ലെങ്കിൽ SKSFൻ്റെ സംസ്ഥാനത്തെ ആദ്യത്തെ ഒരു പ്രൊജക്റ്റ് ആയിരിക്കാം ഇത്ര വിപുലമായ ഒരു സഹചാരി സെൻ്റർ. ഒരുപാട് സംഘടനകൾക്ക് ഇതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. SKSFൻ്റെ ചരിത്രത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നടന്ന ഒരു പദ്ധതിയാണ്. എന്താണ് ഈ പദ്ധതി കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്നാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? തീർച്ചയായും 10 വർഷം മുമ്പാണ് ഓമശ്ശേരി മേഖല SKSFൻ്റെ നേതൃത്വത്തിൽ സഹചാരി സമിതി എന്ന ഒരു സംഘത്തെ രൂപീകരിക്കുകയും അതിൻ്റെ കീഴിലായി 40ഓളം വരുന്ന പാവപ്പെട്ട രോഗികൾക്ക് എല്ലാ മാസവും 1000 രൂപ വീതത്തിലുള്ള മരുന്ന് വിതരണം ചെയ്യുകയും മെഡിക്കൽ ഉപകരണങ്ങൾ അത് ശേഖരിച്ചുകൊണ്ട് അത് അർഹതപ്പെട്ട ആളുകൾക്ക് പൂർണ്ണമായും സൗജന്യമായി നൽകുന്ന ഒരു സംവിധാനം 10 വർഷത്തോളമായി തുടങ്ങി വരികയായിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷം ഇതൊന്ന് വിപുലപ്പെടുത്തണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി കഴിഞ്ഞ കോവിഡ് കാലത്തിന് തൊട്ട് മുമ്പ് ഉത്തരവാദപ്പെട്ട ആളുകൾ യോഗം ചേർന്നുകൊണ്ട് ഒരു 10ഓളം പദ്ധതികൾ ആവിഷ്കരിച്ചു. മരുന്ന് വിതരണം, അതുപോലെ തന്നെ മെഡിക്കൽ ഉപകരണ വിതരണങ്ങൾ, ഫിസിയോതെറാപ്പി ക്ലിനിക്ക്, ലാബ്, അതുപോലെ ഡേ കെയർ, ഹോം കെയർ, ആംബുലൻസ് തുടങ്ങിയ ഏകദേശം 10ഓളം വരുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് അത് സ്വന്തമായി സ്ഥലമെടുത്ത് അവിടെ ഒരു ബിൽഡിംഗ് നിർമ്മിച്ചതിന് ശേഷം വിപുലപ്പെടുത്തിയൊരു സംവിധാനത്തിലേക്ക് നീങ്ങണമെന്ന ഒരു അതിയായ താല്പര്യം എല്ലാവർക്കും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുകയും അൽഹംദുലില്ലാ ഇപ്പോൾ ഈ കാണുന്ന വിധത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തുൽ കീഴിൽ SKSFൻ്റെ കീഴിൽ മറ്റ് എവിടെയും ഇല്ലാത്ത വിധത്തിൽ സ്വന്തമായി സംഘടനയുടെ പേരിൽ സ്ഥലമെടുത്ത് 7.25 സെൻറ്റ് സ്ഥലം 43.5 ലക്ഷം രൂപ മുടക്കി സ്ഥലമെടുത്ത് അവിടെ 1 കോടിയോളം രൂപയുടെ ബിൽഡിങ്ങും മറ്റ് സംവിധാനങ്ങളും മൊത്തത്തിൽ 1.5 കോടി രൂപ മുടക്കിയിട്ടാണ് ഈ നിലവിലുള്ള ഈ ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഏകദേശം 12 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുള്ള ഒരു ഹാളിലാണ് നമ്മൾ ഈ ഫിസിയോതെറാപ്പി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അത്യാധുനിക ടെക്നോളജി അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും നൂതനമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഫിസിയോതെറാപ്പി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 4 ബെഡ്, ഏകദേശം ഒരേ സമയം 4ൽ കൂടുതൽ ആളുകൾക്ക് ഇവിടെ തെറാപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യങ്ങളാണ്. അതിന് പറ്റിയ സംവിധാനങ്ങളാണ് ഇവിടെ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരേ സമയത്ത് ഏകദേശം 4 രോഗികളെ ഒരേ സമയത്ത് നമുക്ക് ബെഡിൽ തന്നെ കടത്തി നമുക്ക് ചെയ്യാൻ പറ്റും, തെറാപ്പി ചെയ്യാൻ പറ്റും. അത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ മറ്റു രോഗികളെ നമുക്ക് ചില കാലിനൊക്കെ പ്രയാസമുള്ള, നടക്കാൻ പ്രയാസമുള്ളവരൊക്കെ നമുക്ക് ഉപയോഗിച്ച് അവർക്ക് നടത്തിയുള്ള ഒരു സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ട്രെഡ്മില്ല്, ഏറ്റവും നല്ല രീതിയിലുള്ള ട്രെഡ്മില്ലാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 1,35,000 രൂപ വില വരുന്ന ട്രെഡ്മില്ലാണ്. ഏറ്റവും നല്ല ലേറ്റസ്റ്റ് സാധനം തന്നെയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കാലിനൊക്കെ കുഴപ്പമുള്ളവർക്ക് ചെയ്യാനുള്ള സൈക്ലിംഗ് ഉണ്ട്. അതുപോലെ കാല് മസിൽ പ്രോബ്ലം ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള സംവിധാനമുണ്ട്. എല്ലാവിധ സംവിധാനം നമ്മൾ അരീത് ഒരുക്കിയിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലൊക്കെ ഉള്ള വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ തന്നെയാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്.
ഏകദേശം 11ഓളം സ്റ്റാഫുകൾ ഇതിൻ്റെ കീഴിലായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മജീദ് സാഹിബാണ് ഇതിൻ്റെ മാനേജർ, ഫാസിലിൻ്റെ അക്കൗണ്ടൻ്റാണ്. അങ്ങനെ ഒരുപാട് സ്റ്റാഫുകൾ ഇവിടെയുണ്ട്. ഈ ഒരു ഏരിയ ആണ് നമ്മൾ ഈ റിസപ്ഷന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫാർമസി. സഹചാരി സെൻറ്ററിൻ്റെ കീഴിൽ 10 വർഷത്തോളമായി നമ്മൾ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ഈ ഫാർമസിയുടെ തുടങ്ങിയതിന് ശേഷം പാവപ്പെട്ട രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വെച്ചാണ്. അല്ലാതെ 12% മുതൽ 50% വരെയാണ് നമ്മൾ ഈ ഫാർമസിയിൽ നിന്ന് ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ടാണ് ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി പുറത്തുള്ള ആളുകൾക്ക് ഏതെങ്കിലും മരുന്നുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ അത് എത്തിച്ചു കൊടുക്കുന്ന പരിപാടിയും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാർമസിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇത് മെഡിക്കൽ ലാബാണ്. ഫിസിയോതെറാപ്പിയാണ് നേരത്തെ നമ്മൾ കണ്ടത്. മെഡിക്കൽ ലാബ് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള മെഡിക്കൽ ലാബാണ്. രാവിലെ 6:30 മണി മുതൽ വൈകുന്നേരം സമയം വരെ ഇവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ് മെഡിക്കൽ ലാബ്. നമ്മുടെ ക്ലിനിക്കിൻ്റെ ഡോക്ടറുടെ ക്യാബിനാണ് ഇവിടെ ഉള്ളത്. ഡോക്ടർ ഇവിടെ സമയത്തുണ്ട്. വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെയാണ് ഡോക്ടറുടെ സമയം. ഇപ്പോൾ നോമ്പായതുകൊണ്ട് 6 മണി വരെയാണ് സമയമുള്ളത്. വളരെ പ്രഗത്ഭനായ ഡോക്ടറാണ്. വരുന്ന ആളുകൾക്കൊക്കെ വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു പോകാൻ കഴിയാറുണ്ട്. ഡോക്ടറുടെ ക്യാബിനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ സഹചാരി സെൻറ്റർ ഏകദേശം 3000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ കണ്ടു. ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തത്തിൽ ഏകദേശം 5 ബാത്റൂമുകൾ നമുക്ക് സംവിധാനിച്ചിട്ടുണ്ട്. മുകളിൽ 2 ബാത്റൂം, അവിടെ വുളു എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ സൗകര്യമുണ്ട്. താഴെ ലാബിലും മറ്റുള്ള ആളുകൾക്കൊക്കെ 3 ബാത്റൂമുകൾ, ടോയ്ലറ്റുകൾ താഴെ സംവിധാനിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇവിടെയുള്ള സ്റ്റാഫിനും അതുപോലെ പെട്ടെന്ന് അത്യാവശ്യമായി വരുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള പ്രയർ ഹാളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് പുരുഷന്മാർക്ക് നിസ്കരിക്കാനുള്ള പ്രയർ ഹാളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതൊരു ചെറിയ മിനി ഓഡിറ്റോറിയമാണ് ഇപ്പോൾ തൽക്കാലം. ഇൻഷാ അല്ലാഹ് ഭാവിയിലേക്ക് മുകളിലേക്ക് ഓഡിറ്റോറിയം ഉണ്ടാക്കും. ഈ അടുത്ത് മരണപ്പെട്ടു പോയ സമസ്ത കേന്ദ്ര മുശാവറ അംഗം എൻ അബ്ദുള്ള മുസ്ലിയാരുടെ മെമ്മോറിയലായിട്ടാണ് ഈ ഒരു ഓഡിറ്റോറിയത്തെ നമ്മൾ സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ സഹചാരി സെൻറ്ററിൻ്റെയും അതുപോലെ മേഖല SKSSFൻ്റെയും ഓമശ്ശേരി മേഖലയുടെ നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കളുടെ കേന്ദ്രം എന്നുള്ള നിലക്കുള്ള നമ്മുടെ ഈ സംവിധാനത്തിൻ്റെ ഈ സ്ഥാപനത്തിലെ ഓഫീസിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇതിനടുത്ത് നമ്മളായിട്ട് കയറാൻ വേണ്ടി പോകുന്നത്. സംഘടനയുടെ പ്രത്യേകിച്ച് മീറ്റിങ്ങുകൾ അതുപോലെ മേഖല SKSSFൻ്റെ ഒക്കെ പ്രവർത്തനങ്ങളൊക്കെ ഈ ഓഫീസ് കേന്ദ്രമായിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫീസ് സംവിധാനം എന്ന് പറയുന്നത്. ഓമശ്ശേരി മേഖല SKSFൻ്റെ കീഴിൽ സംവിധാനിച്ച മനോഹരമായ സഹചാരി സെൻറ്റർ സംവിധാനമാണിത്. വലിയ പ്രവർത്തനങ്ങൾ നടത്തി ഈ മലയോര മേഖലയിൽ ഒട്ടേറെ ആളുകൾക്ക് ആശാകേന്ദ്രമായി ഈ സംവിധാനം മാറിയിട്ടുണ്ട്. ഇതിൻ്റെ സംഘാടകരായിരിക്കുന്ന ഭാരവാഹികൾക്ക് ഈ ഒരു സംവിധാനം നടത്തിക്കൊണ്ടുപോകുന്നതിലുള്ള വലിയൊരു പ്രയാസം എന്നുള്ളത്
ഒരു സ്ഥിര വരുമാനത്തിലേക്ക് ഈ സംവിധാനം എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. 3 ലക്ഷം രൂപയോളം മാസത്തിൽ ഇതിൻ്റെ റണ്ണിങ്ങിന് ചിലവ് വരുന്നുണ്ട്. ഇത് ഉദാരമതികളായിരിക്കുന്ന ഒട്ടേറെ സുമനസ്സുകളുടെ വലിയ സഹായത്താലാണ് ഈ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സംവിധാനത്തിലേക്ക് ഇതിൻ്റെ ബിൽഡിങ്ങും മറ്റു വർക്കുകളെല്ലാം പൂർത്തീകരിച്ചപ്പോൾ ഒരു ചെറിയ ബാധ്യത 25 ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് ബാധ്യതയായിട്ടുണ്ട്. ആ ബാധ്യത വീട്ടപ്പെടുകയും മാസത്തിൽ വരുന്ന ഈ വലിയ ചിലവിലേക്ക് ഇനിയും കനപ്പെട്ട സഹായങ്ങൾ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾ ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട് സമീപിച്ചവരെല്ലാം തന്നെ ഇക്കാലയളവിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള പിന്തുണയും പ്രോത്സാഹനമാണ് നൽകിയത്. തുടർന്നങ്ങോട്ടും ഈ പ്രവർത്തന രംഗത്ത് നിങ്ങളുടെയൊക്കെ എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് സഹചാരി മെഡിക്കൽ സെൻറ്റർ സ്വദേശത്തും വിദേശത്തുമുള്ള ധാരാളം സുമനസ്സുകളുടെ വലിയ പിന്തുണയും സഹായം കൊണ്ടാണ് ഈ രീതിയിൽ 1.5 കോടി രൂപ മുതൽ മുടക്കിൽ ഇങ്ങനൊരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു സംവിധാനം പൂർത്തിയായപ്പോൾ ഏകദേശം 25 ലക്ഷം രൂപ നിലവിൽ ബാധ്യതയുണ്ട്. ആ ബാധ്യതയും ഓരോ മാസവും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള റണ്ണിങ്ങിൻ്റെ ചെലവും അതൊക്കെ വലിയ ബാധ്യതയായി മാറുകയാണ്. നിങ്ങളെപ്പോലുള്ള ആളുകളുടെ വലിയ സഹായവും പിന്തുണയും കൊണ്ട് മാത്രമാണ് ഈ ഒരു സംവിധാനം ഇവിടെ ഒരുക്കാൻ സാധിച്ചത്. അതിന് ആരൊക്കെ ഇതിന് പിന്നിൽ സഹായിച്ചോ പ്രവർത്തിച്ചോ അവർക്കൊക്കെ അല്ലാഹു തആല 2 ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ, ആമീൻ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നതോടൊപ്പം ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും നൽകിയ ഇത്തരത്തിലുള്ള ചെറിയ സംഖ്യകൾ, ചെറിയ പൈസകൾ മുതൽ വലിയ പൈസ വരെ അതിൻ്റെ കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംവിധാനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹചാരിക്ക് ഒരു കൈത്താങ്ങായി നിങ്ങളുടെ സഹായം ഇനിയും ഉണ്ടാകണം. ഇതുപോലെ പാവപ്പെട്ട ആളുകൾ, ഒരുപാട് ആളുകളുടെ പ്രയത്നവും സഹായവും പ്രാർത്ഥനയും കൊണ്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ കൈവിടരുത്. തീർച്ചയായും നിങ്ങൾക്ക് പകരം ഞങ്ങൾ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സംവിധാനത്തെ നിലനിർത്താൻ സാധിക്കൂ. അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കേണ്ട അവസ്ഥ ഒരിക്കലും വരരുത്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ, അത് സാമ്പത്തികമായും മറ്റെല്ലാ നിലക്കുള്ള ഇതിൻ്റെ പ്രചരണം ഏറ്റെടുത്തുകൊണ്ടും ഇതിനെ 2 കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് വളരെ ആത്മാർത്ഥമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങളെ നിങ്ങൾ കൈവിടരുത്, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു സംവിധാനത്തെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.